ഡിസപ്പോയിൻമെന്റ് ഹാഡ് എ ഫേസ്. ചാരിറ്റി ആയിട്ട് കൊടുക്കും, ഇവരതിനൊരു പ്രൈസ് ഇട്ടിട്ട് വിൽക്കും. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് VX Tales. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണം. ഇന്നിവിടെ ഒരു സാറ്റർഡേ ആണ്. സാറ്റർഡേസിലാണ് നമ്മൾ ഗ്രോസറീസും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കായിട്ട് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അബി റെഡി ആവുന്നതേ ഉള്ളൂ. ഞാൻ എന്താ അവനൊരു ടീഷർട്ട് എടുത്തിട്ടു. എനിക്കിപ്പം ഇച്ചിരി വെള്ളമൊക്കെ വെച്ചതുകൊണ്ട് ജനറലി സാഡ് അബൌട്ട്. അതുകൊണ്ട് എനിക്കിപ്പം അബിയുടെ ബനിയനൊക്കെ എനിക്ക് സെറ്റാണ്. നേരത്തെ എനിക്ക് ഓവർ സൈസ്ഡ് ആയിട്ട് ഇടായിരുന്നു, ഇപ്പം എനിക്കും കറക്റ്റ് സൈസ് ആയിട്ട് ഇടാൻ പറ്റുന്നില്ല. അപ്പം അപ്പം ഞാൻ ഇതെടുത്തിട്ട് എനിക്ക് ഒന്നും പെട്ടിന്നൊന്നും എടുക്കാനൊന്നും വയ്യ. അപ്പം നമ്മളിപ്പോൾ പുതിയ വീട്ടിലോട്ട് മാറിയിരിക്കുക. അപ്പം ഞാൻ ഇറങ്ങാൻ പോയപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഇങ്ങനെ പിന്നിയൊക്കെ ഇടാൻ. എന്താ സംഭവം? അടുത്തോട്ട് പോയാലോ? പൊളിയല്ലേ? ടൈപ്പ് ഇതിനല്ലേ ടൈപ്പ് എന്ന് പറയുന്നത്? ടൈപ്പ് റൈറ്റർ അല്ല, ചിറ്റയൊക്കെ ഇങ്ങനെ പറയാം. ഞാൻ ടൈപ്പ് ഇതായിരുന്നോ പരിപാടി? മതി വായിച്ചു, അതവര് മേടിക്കാൻ പറഞ്ഞു. നിന്നെ ഇവിടെ പണയം വെക്കേണ്ടി വരും എനിക്ക്. ഇതൊക്കെ ആരെയും വാങ്ങുമോ? പിന്നെ ഇതൊക്കെ ഒരു കൗതുകം കൊണ്ട് മേടിക്കുന്നത്. വെരി കംഫർട്ടബിൾ എന്നൊക്കെ പറയും. എനിക്ക് താഴെ ഒരെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നിങ്ങളപ്പം UK വന്നിട്ട് വീട് എടുക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഇത് കൺസിഡർ ചെയ്യണം. നല്ല ക്വാളിറ്റി സാധനങ്ങൾ. ഇത് ചാരിറ്റി പോലെ ഇങ്ങനെ കൊടുക്കുന്നത്. അതാ പറഞ്ഞ, ഇവർക്ക് ചാരിറ്റി ആയിട്ട് കൊടുക്കും, ഇവരതിനൊരു പ്രൈസ് ഇട്ടിട്ട് വിൽക്കും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഇത് നോക്കുക ഗൈസ്, ഇത് 180 പൗണ്ട്സ്. 180 പൗണ്ട്സിന് ഇവിടെ എന്ത് കിട്ടും? അത് നല്ല ക്ലാസി സാധനങ്ങൾ. ഈ ആൾക്കാർ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ സാധനങ്ങൾ വലുതായിട്ട് യൂസ് ചെയ്തിട്ട് കൂടെ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ലല്ലോ ഈ പൈസക്ക്. 180 എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 18,000 പ്ലസ് ആ ഒരു റേഞ്ച് വരും. ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചെയറിന്, 3 സീറ്റർ ചെയറിന് 110 പൗണ്ടിന് ഇവിടെ ഒന്നും കിട്ടില്ല. ഇഫ് ഡിസപ്പോയിൻമെന്റ് ഹാഡ് എ ഫേസ് ദാറ്റ് വുഡ് ബി ഇറ്റ്. ആ സോഫ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവരത് 3 കൂടെ കൊടുക്കത്തുള്ളൂ. തല ശ്രദ്ധിച്ചോണം. പക്ഷെ
അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 3 കൂടെ വെക്കാൻ സാധനമായിട്ട് ആൾക്കാരോർക്കും എൻ്റെ അഭി ഈശ്വരാ പോവാ. എനിക്ക് മനസ്സിലായി, ഞാൻ വാങ്ങിത്തരാം ഒരു ദിവസം സർപ്രൈസ് ആയിട്ട്. പക്ഷെ അവരത് ഒരെണ്ണം, ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഗൈസ് അത് ഒരെണ്ണമായിട്ട് കൊടുക്കല്ലേ എന്ന്. അപ്പോൾ അവരൊന്ന് പറഞ്ഞു സോറി വി കാൺ ഗിവ് ഇറ്റ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമായി, അവന് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയി. അല്ലെ അവനത് ഒരെണ്ണം വാങ്ങാനിരിക്കുമായിരുന്നു. പക്ഷെ കിടിലൻ സോഫയൊക്കെയാണ്. നെക്സ്റ്റ് ടൈം അബി, നെക്സ്റ്റ് ടൈം. ഓക്കെ ബൈ. ഞാനിവിടെ അതിലും കിടിലൻ ഒരു കംഫർട്ട് സോഫയിലിരുന്ന് സുഖിക്കും. അതൊക്കെ പോയി. പുതിയ സ്റ്റെപ്സ് അതിങ്ങനെ വെൽക്രോയിൽ ഒട്ടിട്ട് മേടിക്കാതെ. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും മറ്റേ സാധനം ഇല്ല. ഇതെടുക്കാം. വെക്കാനോ? മറ്റേ പേനയൊക്കെ ഹോൾഡർ. വേണ്ട ഗൈസ്, ഞാൻ സ്വീറ്റ് പൊട്ടറ്റോ അത് നല്ല സാധാ പൊട്ടറ്റോ പുഴുകി തിന്ന് ശശിയായിരുന്നു ഗൈസ്. കിഴങ്ങേന്ന് എടുക്കണം.
നമ്മൾ ഈ ക്യൂട്ട് ചെടി മേടിച്ചു. ഇവിടെ ഒരുപാട് ചെടികളുണ്ട്, ഭയങ്കര കൺഫ്യൂഷൻ. കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ ഒറിജിനൽ ആ ഒറിജിനൽ അല്ലേ അത്? അയ്യോ അയ്യോ